ഒരാൾ ഒരു ഉസ്താദിൻ്റെ അടുത്ത് വന്ന് പറയാണ്, ഉസ്താദ് ഞാൻ എൻ്റെ നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്ന ആളാണ്, പക്ഷേ എനിക്ക് എൻ്റെ വൈകാരികപരമായിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. തെറ്റായ കാര്യങ്ങളിലേക്ക് ചിന്ത പോവാണ്, അന്യ സ്ത്രീകളിലേക്ക് എൻ്റെ നോട്ടം പോവാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പങ്കുവച്ചു. അദ്ദേഹം ഒരു പരിഹാരമാണ് ഉസ്താദിനോട് ചോദിക്കുന്നത്. ഉസ്താദ് കുറച്ച് നേരം ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, നീ നിൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു കപ്പ് പാലുമായിട്ട് വരണം, ആ പാല് തുളുമ്പാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട് ഒരു അങ്ങാടിക്കപ്പുറത്താണുള്ളത്. അദ്ദേഹം വീട്ടിൽ പോയിട്ട് പാല് കൊണ്ടുവരാണ്, അങ്ങാടിയിലൂടെ പാസ് ചെയ്തു. അദ്ദേഹം പാല് തുളുമ്പാത്തന്നെ ഉസ്താദിൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, പാല് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഇപ്പം നീ വീട്ടിൽ നിന്ന് വരുമ്പം എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ നീ ചിന്തിച്ചോ, ഏതെങ്കിലും അന്യ സ്ത്രീയിലേക്ക് നിന്റെ നോട്ടം പോയോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിനക്ക് അങ്ങനെ പോവാതിരുന്നു ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ പാലുണ്ട്, ഈ പാല് തുളുമ്പാതെ നോക്കണം, മറ്റു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് തുളുമ്പിപ്പോകും, അതുകൊണ്ട് ഞാൻ മറ്റൊന്നും ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഇതുപോലെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമുക്ക് ഒരിക്കലും നമ്മുടെ തെറ്റുകളെ, നമ്മുടെ വൈകാരികതകളെ നിയന്ത്രിച്ച് പിടിക്കാൻ കഴിയുകയില്ല. നമ്മുടെ ലൈഫിലും നമ്മുടെ ഇബാദത്തിലും നമ്മുടെ കരിയറിലും നമ്മുടെ പാഷനിലും ശ്രദ്ധിക്കുമ്പോഴാണ് തെറ്റായ കാര്യങ്ങളിലേക്ക് ചിന്ത പോവാതിരിക്കുക. സോഷ്യൽ മീഡിയ വ്യാപകമായ കാലത്ത് ഇത്തരം തെറ്റായ ചിന്തകൾക്ക് വഴിവെക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ള കാലത്ത് നമ്മൾ നമ്മുടെ ജീവിതം കരുപിടിപ്പിക്കാൻ ശ്രമിച്ചാൽ മറ്റു ചിന്തകളൊന്നും നമുക്ക് വരികയില്ല. ഫോക്കസ് ഓൺ യുവർ കരിയർ, ഫോക്കസ് ഓൺ യുവർ പാഷൻ.